മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. പൊതുവായ ഭൂമി വിഷയങ്ങളിൽ കമ്മീഷൻ നിയമനം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിലും മുനമ്പത്ത് അതിന് സാധിക്കുന്നില്ല എന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. രേഷ്മ ബാബു ഒരിക്കൽ കൂടി. രേഷ്മ, വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് മുനമ്പത്ത് നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അസാധുവാക്കിയത്, അതായത് റദ്ദാക്കിയത്. ഈ സിംഗിൾ ബെഞ്ചിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ അപ്പീൽ ഫയൽ ചെയ്തത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഈ അപ്പീൽ ഹർജി പരിഗണിക്കുക. പ്രധാനമായിട്ടും സിംഗിൾ ബെഞ്ച് വസ്തുതകൾ പരിശോധിക്കാതെയാണ് നിയമനം റദ്ദാക്കിയത്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ മുനമ്പത്ത് നിയോഗിക്കാൻ അധികാരമുണ്ട് എന്നുള്ളൊരു വാദഗതി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അപ്പീൽ ഹർജി നൽകപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തിൽ ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അതായത് പൊതുവായ ഭൂമി വിഷയങ്ങളിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ മുനമ്പത്തേത് വ്യത്യസ്തമാണ്. കാരണം മുനമ്പത്ത് വഖഫ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അത് മാത്രവുമല്ല, നേരത്തെ 104 ഏക്കറോളം ഭൂമി വഖഫ് എന്നുള്ള കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വഖഫ് ട്രിബ്യൂണലിൽ പ്രസ്തുത വിഷയം പരിഗണനയിലിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതും കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അസാധുവാക്കുന്നു എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ച് അന്ന് വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സിംഗിൾ ബെഞ്ചിന്റെ നടപടി അത് തെറ്റാണെന്നും അത് റദ്ദാക്കണമെന്നും ആണ് അപ്പീൽ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നിലവിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഉന്നയിക്കുക. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നടപടി. മനസ്സിരുത്തിയല്ല സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. അതായത് കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു ശ്രമമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തെ പ്രതിപക്ഷമടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുകയും ചെയ്തു. എന്തായാലും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കുന്ന വാദഗതികൾ, അതോടൊപ്പം തന്നെ പ്രാഥമികമായിട്ട് ഈ അപ്പീൽ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്ന നിരീക്ഷണങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം അത് റദ്ദാക്കിയതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുനമ്പത്തെ തീരദേശവാസികൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കൃഷ്ണരാജ്. ശരി രേഷ്മ ബാബു.